സുഗന്ധി എന്ന ആണ്ടാൾ നായകി, ഫ്രാൻസിസ് ഇട്ടിക്കോര തുടങ്ങിയ പ്രശസ്ത നോവലുകൾ രചിച്ച ടി രാമകൃഷ്ണൻ സാറിൻ്റെ ആദ്യ നോവലാണ് ആൽഫ. കഥാതന്തു കൊണ്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നോവലാണ് ആൽഫ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അംഗീകരിക്കപ്പെട്ട ഒരു മാപ്പിലും ഇടം നേടാത്ത ഒരു രാജ്യവും ഇന്നുവരെ അവകാശം സ്ഥാപിച്ചിട്ടില്ലാത്തൊരു ദ്വീപാണ് ആൽഫ. ജവഹർ യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രപ്പോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ഉപലേന്ദ്രു ചാറ്റർജി വ്യത്യസ്തമായൊരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു. 25 വർഷം ആൽഫയിൽ സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ യാതൊരു ചിട്ടവട്ടങ്ങളോ അലിഖിത നിയമങ്ങളോ ഇല്ലാതെ തീർത്തും പച്ച മനുഷ്യരായി ജീവിച്ച് പുതിയൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉപലേന്ദ്രു ചാറ്റർജിയോടൊപ്പം പല മേഖലകളിൽ പ്രശസ്തരും ബുദ്ധിശാലികളുമായ ഈ വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ നിയമങ്ങളിൽ യാതൊരുവിധ താല്പര്യവുമില്ലാത്ത 12 പേർ അദ്ദേഹത്തോടൊപ്പം ആൽഫയിലേക്ക് യാത്ര തിരിക്കുന്നു. ഗിനിപ്പന്നികളും എലികളും പരീക്ഷണ വസ്തുക്കളാകുന്ന ഈ കാലത്ത് ഇവിടെ പരീക്ഷകർ തന്നെ പരീക്ഷണ വസ്തുക്കളായി മാറുന്നു. 25 വർഷം കൊണ്ട് ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത നേട്ടങ്ങൾ നേടാനാകുമെന്നും മനുഷ്യന്റെ തലച്ചോറിന് അതിനുള്ള വളർച്ച കൈവരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചു.